ഇന്നത്തെ 3D പ്രിന്റ് ക്ലാസ് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. ഒരു 40,000-30,000 രൂപയൊക്കെ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ തുടങ്ങാവുന്നതേ ഉള്ളൂ. സാധനം കണ്ടാ? ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം. കണ്ട, ഇതാണ് സാധനം. പ്രോഡക്റ്റ് റെഡി ഗൈസ്. സൂപ്പർ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ 3D പ്രിന്ററിൽ നിങ്ങൾക്ക് ഇവരുടെ ആപ്പിനകത്ത് ഞാൻ അതിവിടെ തുടങ്ങട്ടെ. അപ്പോഴത്തേക്കിന് ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടും, ഉറപ്പാണ്. പിന്നെ ലൈവ് ഇട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം വേണ്ടേ? സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് മേക്കർ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇത് കണ്ടോ? ഈ മേക്കർ ലാബ് ഇത് ലോഡ് ആവട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. സ്ക്രീൻ വന്നില്ല. ആ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഗെയിം ക്യാപ്ചർ ഇത് ഓക്കെ. ഇതിനകത്ത് മേക്കർ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടേ. ഇതിനകത്ത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതായത് മേക്ക് മൈ സ്റ്റാച്യു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ സ്റ്റാച്യു ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിക്കുക. ഫോട്ടോ മേടിച്ചിട്ട് അവരുടെ ഫോട്ടോ ഇതുപോലെ സ്റ്റാച്യു ആയിട്ട് പ്രിന്റ് ചെയ്ത് ഇത് കളർ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ഹാമ്പേഴ്സും ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ ഉണ്ടാക്കാം. മനസ്സിലായ? അതായത് ഇവിടെ ഒരു ഇമേജ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ആരുടെ ഫോട്ടോ ആണോ വേണമെന്ന് അവരുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 3D ഇമേജ് ആക്കി തരും അവർ. ആ 3D ഇമേജ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബർത്ത്ഡേ സാധനങ്ങൾ, അങ്ങനത്തെ ഗിഫ്റ്റുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഈ ഇമേജ് ടു 3D മോഡൽ. അതായത് നമ്മളൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിനെ ഇത് 3D മോഡലാക്കി തരും. അതുപോലെ കസ്റ്റം ക്യാൻവാസ്. ഇതുണ്ട് ഫ്ലെക്സി ടോയ് മേക്കർ. ഫ്ലെക്സി ടോയ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനങ്ങുന്നേയും കുലുങ്ങുന്നയൊക്കെ സാധനങ്ങളില്ലേ, നമുക്ക് എന്ത് ഡിസൈൻസ് വേണമെങ്കിലും അവർ അങ്ങനെ ആക്കി തരും. കണ്ട, അത് പറഞ്ഞാൽ. പിന്നെ പറയാനാണെങ്കിൽ ഇമേജ് ടു കീ ചെയിൻ. നിങ്ങൾക്കിപ്പം ഇതുപോലത്തെ ക്യാരക്ടേഴ്സിന് ആരുടെ ഇമേജ് കൊടുത്താലും ഇത് കീ ചെയിൻ ആക്കാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് ഞാനിപ്പോൾ തലവെട്ടും മുതലൊക്കെ ഇത് കണ്ടോ? ഇതിൻ്റെ ചുമ്മാ അതൊരു ഇമേജ് കൊടുത്തതാ, അത് അവർ 3Dയിലാക്കി തരും. ഇത് വലിയ ടാസ്കുള്ള പണിയൊന്നുമല്ല. ഇത് കണ്ടോ? 3D ഫയൽ കണ്ടോ? അതിൻ്റെ 3D ഫയൽ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ഇവിടെ പ്ലേറ്റ് ആൻഡ് തിക്നെസ് ഉണ്ട്. അതിനകത്ത് കയറി ഇതൊക്കെ ഡിസൈനിങ് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാ അവിടെ അറ്റാച്ച്മെന്റ്, ഇതായിപ്പോൾ ഇതുണ്ട്. ഇതാണ് അറ്റാച്ച്മെന്റ് ഞാൻ കൊടുത്തത്. ഹുക്ക് മാറ്റിയിട്ട് ബുക്ക് മാർക്ക് ആക്കുവാണെങ്കിൽ അതായത് ബുക്കിന്റെ ഇടയ്ക്ക് വെക്കുന്ന ബുക്ക് മാർക്കായി. ഈസി. ഹോൾ ആണെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു ഹോൾ മാത്രമായിട്ട് വരും. ഇപ്പൊ ഞാൻ ഹുക്കായിട്ട് വെച്ചേക്കാണെങ്കിൽ ഇതാ ഇവിടെ ഹുക്ക് വന്ന്. കണ്ട, ഇത്രേ ഉള്ളൂ. ഇത് പ്രിന്റ് എടുക്കുക. ഈ 2 കളർ ഫിലമെന്റ് മേടിക്കുക, പ്രിന്റ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈൻസ്, പേര് എന്ത് വേണേലും ചെയ്യാം. മനസ്സിലായ? ഇത് നിങ്ങൾക്കൊരു നല്ലൊരു റവന്യൂ സോഴ്സ് ആയിട്ട് ഇത് ചെയ്യാം. ഞാൻ പറയണത് ഇത്രയും കൂടിയ മെഷീൻസ് ഒന്നും മേടിക്കണ്ട. നിങ്ങൾക്കൊരു 40,000-30,000 രൂപയൊക്കെ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് മേടിച്ചിട്ട് വെളിയിൽ വിൽക്കുകയും ചെയ്യാം. മനസ്സിലായ? ഇതൊരു നല്ല വെറുതെ ഞാനിപ്പോൾ ഹോബി ഗ്രേഡിൽ കുറേ സാധനങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഞാനിപ്പോൾ അങ്ങനെ ഇതിനകത്ത് സ്വന്തമായിട്ടൊന്നും ഇതാക്കുക. കറണ്ട് ബില്ലൊക്കെ വളരെ കുറവാണ് ബ്രോ. ഇതൊന്നും കറണ്ട് ബില്ല് എടുക്കുക. ഇതൊക്കെ 24/7 ഓടിക്കാൻ പറ്റുന്ന മെഷീൻസാണ്. ഉണ്ടോ? ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്. എന്ത് വേണേ പ്രിന്റ് ചെയ്യാം നിങ്ങൾക്ക്, എന്ത് വേണേ. അതിനകത്തുണ്ട് എന്തോരം സാധനങ്ങളാന്ന് നോക്ക്. കണ്ടോ? ഇതൊക്കെ കണ്ടോ? മെക്കാനിക്കൽ ക്രിസ്റ്റൽ ഡ്രാഗൺ. കണ്ടോ സാധനം? കണ്ടോ? ഇത് ഒന്നുമില്ല കൈസ്. ഇത് കണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോ, ഡൗൺലോഡ് ആൻഡ് ഓപ്പൺ കൊടുക്കുക. കഴിഞ്ഞ് അത് ഡൗൺലോഡായി. ഇത് സിംഗിൾ പ്രിന്റാ, ഒറ്റ പ്രിന്റാ. ഇത് കണ്ടോ? ഒറ്റ പ്രിന്റാ. ഇവിടെ സ്ലൈസ് പ്ലേറ്റ് കൊടുക്കുക, പ്രിന്റ് കൊടുത്താൽ ഇത് ഇതേപോലെ പ്രിന്റായി വരും. ഇത്രേ ഉള്ളൂ ലിറ്ററലി. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്കും ചെയ്യാം. 40 ലാഖിന്റെ മെഷീന് 40Kയുടെ മെഷീന് 2 ലാഖിന്റെ മെഷീന് ഡീറ്റെയിലിംഗ് ഉണ്ടാവും. ഡീറ്റെയിലിംഗ് അല്ല ഇവിടെ ചേഞ്ച് ആവുന്നത്. ഇവിടെ ചേഞ്ച് ആവുന്ന ടൈം കൺസംഷനാ. മനസ്സിലായോ? മെയിൻ ആയിട്ട് ടൈം കൺസംഷനാ മാറണേ. അതായത് ഡ്രാഗൺ വേണോ? ആ ഡ്രാഗനെ 16 hours കോച്ച്. அப்போ ஒரு நாள் எனக்காக ஒதுக்கி வச்சிரு.
ആ അത് പറഞ്ഞപ്പോഴാ നമ്മൾ ഇവിടെ ഇരുന്ന് സ്ട്രീം ചെയ്യുമ്പോൾ ഞാൻ ഒരു കൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൈ നോക്കണേ. ഞാൻ ഒരു പ്രിന്റ് ഇട്ടിട്ടാ പോയത്. പ്രിന്റ് ഇപ്പൊ കഴിഞ്ഞ്. ഇതൊരു മൂവ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കയ്യാ. ഇതിന്റെ ഒരു പാർട്ടും കൂടെ പ്രിന്റ് ചെയ്യാനുണ്ട്. ഒരു പാർട്ട് തീർന്നു. ഒരു പാർട്ട് കഴിഞ്ഞപ്പോൾ ഈ കളറിൽ നമ്മൾ ഒരു പാർട്ട് ഇതാ ഇങ്ങനെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ഒരുപാട് ബെൻഡ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിന്റെ ഒരു പീസ് ഉണ്ട്. ഇത് ഒരു പീസ്. ഇത് കുറച്ച് വലിയ പീസാ. കൊള്ളാം. ഇത് മൂന്നാമത്തെ പീസ്. മൂന്ന് നമ്മൾ പക്കിയെടുത്ത് ഇതിന്റെ കൈയൊക്കെ മടങ്ങുന്നു തോന്നുന്നുണ്ട്. എടാ മടങ്ങൂടാ. ഇത് കണ്ടോ പള്ളേ, കണ്ടാ കട സാധനം കണ്ടാ. ഇതിന് കുറെ പാർട്സ് കൂടെ വരാനുണ്ടേ ഗൈസ്. ഇതിന്റെ ഇന്നത്തെ 3D പ്രിന്റ് ക്ലാസ്. ഇപ്പൊ നമ്മൾ പ്രിന്റ് എടുത്തോണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബാംബു സ്റ്റുഡിയോ ഡിസ്പ്ലേ ക്യാപ്ചർ, ഗെയിം ക്യാപ്ചർ മാറ്റിയിട്ട് ഡിസ്പ്ലേ ക്യാപ്ചർ. ഇത് ഏതായിരുന്നു? MSI അല്ലേ? മാഗ്. ഓക്കെ. ഇപ്പൊ നമ്മൾ പ്രിന്റ് എടുത്തോണ്ടിരിക്കുന്നത് ആണ് ഒരു ടോയ് സ്റ്റോറിയുടെ സെറ്റ് ആകുന്നത്. ശ്രദ്ധിക്കണേന്നോ. ആരും ഒരാൾ 500 അയച്ചല്ലോ. അത് ആരാ ബ്രോ? ഡാഡു കിച്ചരി ബ്രോ, താങ്ക് യു. ബ്രോ ഡാഡു ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗൈസ് നമ്മളിപ്പോ പ്രിന്റ് എടുത്തോണ്ടിരിക്കുന്നത് ഇതാണ്. ഈ സാധനം ഇത് കണ്ടോ? ഇതിന്റെ ഒരു കൈയാണ്. നമ്മൾ ഈ കളറാണ് നമ്മൾ പ്രിന്റ് എടുത്തോണ്ടിരിക്കണേ. റീസ്റ്റോർ ലോഡിങ്. ഇത് നമ്മളിപ്പോ പ്രിന്റ് എടുത്ത് കഴിഞ്ഞ്. ഇനി ഇത് രണ്ടാമത്തെ പ്ലേറ്റ്. രണ്ടാമത്തെ പ്ലേറ്റ്. ഇത് പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് സ്ലൈസ് ചെയ്യണം. സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവും. എടാ അതിപ്പോ ഒന്ന് ട്രിപ്പ് ആവും. എടാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കണേ. അത് ട്രിപ്പ് ആവും. ഇപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കണേ. അവിടെ വെച്ചു. ഇതിൽ ഈ പ്ലേറ്റിൽ ഇങ്ങനെ എക്സസ് വേസ്റ്റ് ഒക്കെ വരും. അത് നമ്മൾ ചുരണ്ടി എടുത്ത് കളയണം. അത് കൊള്ളാം. നല്ല കളറാ. ഇത് ചുരണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ ചുരണ്ടി ഇല്ലാത്തവർ നമ്മൾ കൈവച്ച് ചുരണ്ടണം. മനസ്സിലായി? ഇത് ചുരണ്ടിയൊക്കെ മേടിക്കാൻ കിട്ടും ഇതിന്റെ. ഇത് നമ്മൾ സാധാരണ നമ്മൾ അത് ചുരണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈവച്ച് ഇങ്ങനെ ചുരണ്ടി കളയും. കുഴപ്പം. ഓൾ ഗുഡ് സെറ്റ്. നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ലൈവ് POV ഇതിനകത്തൂടെ കാണിച്ചു തരാം. അപ്പൊ വേഗം ഒരു ഐഡിയ കിട്ടും. ഇതാണ് എന്റെ മെഷീൻ. കണ്ടല്ലോ? അതിനകത്തോട്ട് ഞാനിപ്പോ കൊണ്ട് വെച്ചിട്ട് വരാം. ഇത് ബെഡ് സെറ്റായി. ഏബൽ വിളിക്കുന്നു. കളി. ഹലോ എടാ കേക്കോ? ഹലോ കേക്കാണ്. ഇപ്പം ഇതാണെന്ന് ചോദിച്ചത്. അതാണ് எல்லாம் ஒரு வாட்டி ரிஃப்ரெஷ் ஸ்கின் அடிச்சுக்கோ. யார் சுட்டா அதெல்லாம் அறியல. ரிஃப்ரெஷ் ஸ்கின் அடிச்சு മാർക്കിന്റെ ബക്കറ്റ് മാറി കിടക്കായിരിക്കും. നമുക്ക് പെട്ടെന്ന് പ്രിന്റ് ഇട്ടിട്ട് വരാം. അതവിടെ വെച്ചോടാ. ഒരു മിനിറ്റ്. നമുക്ക് ഇതങ്ങ് പ്രിന്റ് ഇടാം. ഞാൻ ഇത് പ്രിന്റ് ഇടാൻ പോവാണ്. എടാ ഇത് ട്രിപ്പ് ആവുന്ന ജസ്റ്റ് ഒന്ന് ഓണാക്കണേ. ഓക്കെ ഒന്ന് ഓണാക്കിയേരെ. ഇത് ഈ കളറിൽ പ്രിന്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ കണ്ട. ഇപ്പൊ കറന്റ് ഇത്രയും കളേഴ്സ് എൻ്റെ ഉണ്ട്. ഈ പ്രിന്റ് ഞാനിപ്പോ കൊടുക്കുക. എത്ര 3 മണിക്കൂർ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടാ. 3.5 മണിക്കൂർ എന്തോ തോന്നുന്നു. അതിന്റെ 3 മണിക്കൂർ 23 മിനിറ്റ് അതിന്റെ ഈ ബാക്കി പാർട്സ് പ്രിന്റ് ആവാൻ. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രിന്റ് ഇട്ട്. എന്നാ ഡ്രോയിങ് ക്ലാസ്സിന് 1500 ആകുമ്പോൾ മതിയാവുമെന്നു. ഇന്ന് നമുക്ക് അതൊക്കെ വെച്ച് വരച്ച് നോക്കാം. ഡൗൺലോഡായി കഴിഞ്ഞു. വീട്ടിലെ കറണ്ട് ട്രിപ്പായി. അത് താഴെ ജസ്റ്റ് ഇൻവേർട്ടറിൽ ഇവർ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇൻവേർട്ടർ ഒന്ന് ട്രിപ്പായി പോകും. ഇതിങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ടൈമായി. കൺസംഷൻ കുറെ ആവോ? ഇല്ലടാ. 10 മണിക്കൂറിന് 8 രൂപ 10 രൂപ എന്തോ ആവത്തുള്ളൂ. കൺസംഷൻ ഭയങ്കര കുറവാ. അത് വീണ്ടും ട്രിപ്പായി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കറണ്ട് അടിച്ചു പോയേ. എന്റെ റൂമിൽ കറണ്ട് പോയില്ലേ മൊത്തത്തിൽ? ഇന്നലത്തെ അപ്ലോഡ് ആയില്ല. അപ്ലോഡ് ആവാഞ്ഞല്ല, എടുത്ത് ഡിലീറ്റ് ആക്കിയതാണ്. വീണ്ടും അത് ഓണായി. ഇനി ഇപ്പം മെഷീൻ ഡിറ്റക്ട് ചെയ്ത് കളർ ഡിറ്റക്ട് ചെയ്ത് അതിനകത്ത് സാധനമൊക്കെ നിറച്ച് അതിനകത്ത് ഇവിടെ എന്തോ ഒരു പൂട കിടക്കണില്ലേ? കണ്ട
അതെടുത്ത് കളഞ്ഞേ. 3 വട്ടം ട്രിപ്പായി. അവളിനി തള്ളക്കി വിളിക്കും എന്റെ. ഹരീത് ബ്ലാസ്റ്റിന്റെ അടുത്ത ഫ്രണ്ട് കഴിഞ്ഞു. 12ഓളമായി. 3, 12 നീ എന്തിനാ ചുറിഞ്ഞാ അവന്റെ തൊടയൊക്കെ പിടിച്ച്? ഒരു ടാപ്പും കൊടുത്തവന്. 5. എന്തൊരു സാധനം ഇത് ഒരു ഇതാടാ, ഒരു ഈ ടേബിളിലൊക്കെ വെക്കുന്ന ചുമ്മാ. ഇത് ഷോക്കേസ്. ഇതിനൊരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് ഇതാണ് സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് കളയണം നമ്മളുണ്ട്. അതൊടിഞ്ഞു പോയി മൊത്തത്തിൽ. അല്ല ഇതിനി എങ്ങനെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. ഇത് സൂപ്പർ ലൂട്ട്. അല്ലല്ല, സൂപ്പർ ഗ്ലൂ ഒന്നും അല്ലടാ, ഇത് ഫുള്ള് ഒട്ടിച്ച് വെക്കാനുണ്ട് ഇപ്പൊ. ലോക്ക് ചെയ്ത് ഇതിങ്ങനെ ഇങ്ങനെ എങ്ങനെയോ വെക്കാം. കൈ അല്ലേ, ദൈവത്തിന്റെ കൈ. ഇതിൽ പക്ഷെ ഒരുപാട് എക്സ്ട്രാ പാർട്സ് ഉണ്ട്. നിക്ക് ആ വീഡിയോ നോക്കാം. വീഡിയോ ഒന്നും ഇല്ല, പിന്നെ വീഡിയോ എല്ലാം അറിയാവുന്ന പോലെ സംസാരം കേട്ടാ. ഭയങ്കര 3D പ്രിന്റർ ചെയ്യുന്ന ആളാ, വലിയ പുള്ളി ആള്. എല്ലാം അറിയാവുന്ന ആളാണ്. എല്ലാം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം. കണ്ട, ഇതാണ് സാധനം. പ്രോജക്റ്റ് ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പ്രിന്റ് ചെയ്തതും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നുള്ള കാര്യമാണ് എനിക്ക് ഇതിന് മനസ്സിലായത്. ഒരുപാട് പാർട്സ് മിസ്സിംഗ് ആണ്. സത്യം. ഇത് എങ്ങനെയാണ്? ഇപ്പൊ വിരലൊക്കെ വളയ്ക്കാൻ പറ്റുവിടാ മണ്ട. അതിനെ പറ്റിയാണോ ഇവിടെ സംസാരിക്കുന്നേ? ബുദ്ധിയില്ലേ നിനക്ക്? ഇത് എങ്ങനെ അധികം വന്നിത്? അതിനുള്ളിൽ കുത്തി നിറയ്ക്കാണത്. എന്തോ എങ്ങനെ അങ്ങനെ കുത്തി നിറയ്ക്കാന്ന് പറയില്ലേ, ഇറക്ക. അത് പറഞ്ഞ എന്റെ ബർത്ത്ഡേ 20-ാം തീയതിയാണ്. എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരല്ലേ? ഇങ്ങനെ പറയാൻ ഫെബ്രുവരി 20-ാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഗിഫ്റ്റ് ഒന്നും വേണ്ട. ഗിഫ്റ്റ് ഒന്നും വേണ്ട ബ്രോ. മൈൻഡ് പോലും ചെയ്യല കാര്യം ദൈവം ചെയ്ത്. ഒരു പീസ് വെച്ചേ ഒരു പീസ് കണ്ടുപിടിച്ചാൻ. PC ഒന്നും വേണ്ട. വണ്ടി തരാം. ഇനി ഇതിനകത്ത് എവിടെയാണ് ഈ കൈ വെക്കുന്നത്? മനസ്സിലായേ? ഇതിനി എങ്ങനെ വെക്കും? ഒരു പീസ് ഞാൻ പ്രിന്റ് കറക്റ്റ് ആയിട്ട് വെച്ച്. ശരിയാണ്. ഇതുവരെയുള്ളത് വളരെ വളരെ ശരിയാ. അത് ഒടിഞ്ഞു പോയി. ചുമ്മാ അല്ല. എന്നാൽ ഇത് എങ്ങനെയാണ് വെക്കുന്നേ? അതിന്റെ പേര് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കിട്ടൂലേ? അത് സെറ്റ് ചെയ്യണ അല്ലേ? കിട്ടുമായിരിക്കും അല്ലേ? ലഗോണോ ചിലപ്പോ കിട്ടുമായിരിക്കും. സ്റ്റീവ് അതിന്റെ ഗൈഡ് ഉണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞു. പിന്നെ സൂപ്പർ ഗ്ലൂ വേണം കേട്ടോ ഇത് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ ഗ്ലൂ ഉണ്ട് എന്റെ എടുത്തിട്ടില്ല. ഒരു സെക്കൻഡ്. എന്റെ ഫുൾ ടൂൾ ബോക്സ് ഇരിക്കുമല്ലേ? കയ്യിലൊക്കെ ആയി മൗസ് പിടിക്കാൻ പറ്റാതെ കയ്യിൽ മൗസ് മുട്ടിന്ന് തുടങ്ങും. മൗസ് പാഡിൽ മൊത്തം സൂപ്പർ ഗ്ലൂ ആയി. മൗസ് അനക്കാൻ പറ്റാതായി. 10,000 രൂപ മൗസ് പാഡ് പോയി. എന്റെ ഫുൾ ടൂൾ ബോക്സ് ഇരിപ്പുണ്ട് നമ്മുടെ കയ്യില്. ഇതില് സൂപ്പർ ഗ്ലൂ കൊണ്ടാ സാധനം കിട്ടി. സൂപ്പർ ഗ്ലൂ അല്ലല്ലോ, അത് മറ്റേ പോസ്റ്റ് ഓഫീസ് പോസ്റ്റർ ഒട്ടിക്കുന്ന സാധനമല്ലേ അത്? എന്താ ഫെഫിക്വിക് ആ സാധനമല്ലേ അത്? ഫെഫിക്വിക്കാ? നിന്റെ ചുണ്ടി കൂളിരിക്കുന്നടാ പട്ടി. രാത്രി കൂളും വെച്ച് ഇറങ്ങിക്കോളൂ. എന്റെ കീ ക്യാപ്സ് ഒക്കെ കണ്ടോ? ഇതെല്ലാം പ്രിന്റ് ചെയ്തതാ. ഇതുണ്ട് ഈ കീ ക്യാപ്സ് എല്ലാം പ്രിന്റ് ചെയ്തതാ. അതുകൊണ്ട് എസ്കേപ്പ് ഒന്നും വർക്ക് ആകത്തില്ല ഇപ്പൊ.
അയ്യോ അതിന്റെ കാണാനുണ്ടെന്ന്. അണ്ണൻ അത് ഭയങ്കര ചെറിയ കീബോർഡിലാണ് അന്ന് കൊറിയർ ചെയ്തേക്ക്. വാടാ ഞാൻ ചെയ്തേക്കാം. ഇത് ഏതാ കീബോർഡ്? ഇത് വേർമിലോ വിക്ടറി. ലാപ്ടോപ്പ് എല്ലാം കീഴായതുണ്ടോ? നല്ല എടുക്കാൻ. റൊട്ടേറ്റ് ഈച്ച് ഫിംഗർ കൈ വെച്ചു കൊടുക്ക. റൊട്ടേറ്റ് ഈച്ച് ഫിംഗർ ജോയിന്റ് സെപ്പറേറ്റ് എനി യൂസിങ് ചിക്കൻ പിടിച്ചിരിക്കാൻ ചിക്കൻ ഇത് റൊട്ടേറ്റ് ചെയ്ത ഇത് ഒടിഞ്ഞു പോകുന്നത്. അല്ല ആദ്യം നമ്മുടെ കൈ ഇതാക്കണം, മനസ്സിലായില്ലേ? വഴങ്ങണം. ഓ അത് നമ്മുടെ യഥാർത്ഥ കൈയാണോ തിരിക്കാൻ പറഞ്ഞത്? നമ്മുടെ യഥാർത്ഥ കൈ അല്ല വാമപ്പ് നമ്മള് ജിമ്മിൽ പോകുമ്പോ ചെയ്തില്ലേ ഉരുട്ടി. അണ്ണാ അണ്ണനെ പൊട്ടനാക്കിയാണോ ആദ്യം പറഞ്ഞ? ഇതെങ്ങനെ അകത്താൻ പറ്റും? ഇങ്ങനെ ഇതിങ്ങനെ അകത്തിയ ഇത് പോയി, ഇത് പറഞ്ഞു പിടിച്ച് വളച്ചു നോക്കി. ഒരെണ്ണം പിടിച്ച് വലിച്ചു നോക്ക്. ഇല്ല ആ വളയൂടാ ബ്രോ. Rotate each middle joint to separate any fusing that might happen during the printing. ഇല്ല അങ്ങനെ ഫ്യൂസിംഗ് ഒന്നും ഇല്ല, എല്ലാം കറക്റ്റ് ആണ്, എല്ലാം ഓക്കെ ആണ്. ഇനി ഒരു കമ്പി കെട്ടിട്ട് പുറം ചൊറി കണ്ട നോക്ക് ഇപ്പൊ കയ്യാവോ? കാണിച്ചു തരാവേ കണ്ട ഇവിടെ ഗ്ലൂ ചെയ്യണോ? അത് ഇതിനകത്ത് 2 തുള്ളി ഒഴിക്കട്ടെ. 1 ആ കീബോർഡ് ഒന്നും പറ്റും, പേടിയാവും. സത്യം ഇത് റെഡിയായി. ഒരു പീസ് റെഡിയായി ഗൈസ്, ഒരു പീസ് റെഡിയായതേ. സെറ്റ്. ഇനി അടുത്തത് ഇനി എന്താണ്? ഇനി ഇത് എത്രാമത്തെ വിരലാന്ന് ആർക്കെങ്കിലും ഒരു പിടുത്തം കിട്ടുന്നുണ്ടോ ഇത് കണ്ടിട്ട്? പെരുവിരൽ പറഞ്ഞ കൂടി പോയി. എന്ത് രണ്ടിടാ ഇത്? ജോക്കി ഇതിപ്പോ ഉണ്ടാക്കി കഴിയുമ്പോ ജോക്കി കണ്ടോ? ജോക്കി ഇത് ടേബിളെ ഒക്കെ എന്റെ ഇത് ചോദിച്ചു മേടിക്കുമല്ലോ. ഇത് നല്ല റേറ്റ് പറയാമെന്നാലും ഞാൻ ജോക്കി എടുത്തതിന്. അത് ഒരു പൊത്തത്തി ചാടി വെളി പോയേ. എന്റെ അടുത്ത് തന്നെ പറയണം. ജോക്കി ഞാൻ ഫ്രീ ആയിട്ട് തരുമല്ലോ ജോക്കി. ഇതന്നെ 3D പ്രിന്ററിൽ ഉണ്ടാക്കിയതാ? ഒഴിച്ചെടുത്തതാണ് മണ്ണീന്ന്. ബർത്ത്ഡേ ആയിട്ട് ഉണ്ടാക്കിയതാ നിനക്ക്. ബർത്ത്ഡേ ആയിട്ട് നിനക്ക് മുച്ചറി നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി ഉണ്ടാക്കിയതാടാ. നീ എന്റെ അടുത്ത് തന്നെ ഇത് ചോദിച്ചപ്പോ എനിക്ക് അത്രേയുള്ളു. ഈ ഒരു പീസ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ കണ്ടാ ഗൈസ്. ബാക്കി വെക്കട്ടടാ. ബാക്കി സാധനം സെറ്റാ. ഇതേ കണ്ടോ? ഇത് യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നത് കൈപ്പത്തിയില്ല. ഇത് എന്ത് രണ്ടി? മതി സെറ്റ്. ഇത് എങ്ങനെ പശു ചൊട്ടിക്കും? തിരിച്ചു മറിച്ചൊന്ന് വെച്ച് നോക്കി. സത്യം പറഞ്ഞ കൈയാണ് എഴുതി വെക്കണം. 2 മോഡലും സെയിം ആണോ? ഈ ഒരു പീസ് എങ്ങനെ വെക്കും? എല്ലാം ചെയ്തു. വെള്ളം അനങ്ങോ? പ്രോഡക്റ്റ് റെഡി ഗൈസ്. വാവ് സൂപ്പർ. ഇല്ല ഇപ്പൊ കറക്റ്റ്. ഇതാണ് സാധനം. ഒരുപാട് അനക്കണ്ട. ഇത് ഒരുപാട് അനക്കിയ ശരിയാവില്ല പോലെ. കൊണ്ടുവച്ചാ മതി. ഇത് കാണാനുള്ള സാധനങ്ങളാ. പക്ഷെ ഇത് അങ്ങനെ ഒരു ഇതില്ലടാ. അതിനൊരു ജീവനല്ലേ? സത്യം എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് ഇതിന്. എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇത് ആരെങ്കിലൊക്കെ ഈ ലൈവ് സാറിന് മൊബൈൽ കിടന്ന് അങ്ങ് ഉറങ്ങും. ഫുൾ സൗണ്ട് രാവിലെ ആരെങ്കിലും വരുന്ന കേൾക്കണം അതൊക്കെ. ഓക്കെ ഓൾ ഗുഡ്. ഇതാണ് സാധനം. ഇത് ഞാൻ ഇനി അനക്കാതെ ഇതിലൂടെ വെച്ചേക്കാം.
തൽക്കാലം എടാ എന്തൊക്കെയുണ്ടോ ഇപ്പൊ ഡ്രാഗൺ കുഞ്ഞ് മുട്ട ഡിൽഡോ പിന്നെ എല്ലാം ഉണ്ട് ജോക്കി, എല്ലാ സാധനം. Guys, അപ്പൊ ഒരു പ്രിന്റ് കൂടി ഇടാം നമുക്ക് ഒരു പ്രിന്റ്. എടാ ഇതിനകത്ത് പറഞ്ഞ ചൂസ് ചെയ്യടാ. ആ അല്ല അരി പൊരി ചക്രയുണ്ട. ആദ്യം ഇത് വെക്കട്ടെ, ബെഡ് വെക്കട്ടെ ഒരു മിനിറ്റ്. ഓ അല്ലല്ല, ഇപ്പൊ ഇട്ടാ ട്രിപ്പായി പോവും. മൈ വൈഫ് ഈ സൈക്കോട്ടിക്. സൂപ്പർ ഫ്രണ്ടല്ലോ. മണിക്കുട്ടി നീ ക്വാളിറ്റി ഉണ്ടായില്ലേ? കൊള്ളാം സാധനം കൊള്ളാം. എന്നാ ഒരു പീസ് കളി മിസ്സായ. ജയിച്ചോടാ? ഇല്ല ജോക്കി, തോറ്റു പതിവ് പോലെ തന്നെ.